നമസ്തേ, ഞാൻ കാർത്തിക് ശിവകുമാർ. അപ്പോൾ ഇത് ഞാനിപ്പോൾ റിവർ സൈഡിൽ കൂടി നടക്കണേ. ഈ റിവർ പോയി അവസാനിക്കുന്നത് ലേക്ക് ഓഫ് ബി എൽ എന്ന് പറയുന്ന ബി എൽ ലേക്കിലാണ്. അപ്പോൾ അതിവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ നടക്കണം. ഈ വഴി അങ്ങോട്ട് നേരെ പിടിച്ചാൽ മതി, അവിടെ എത്തിക്കോളും. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യം, ബൈബിളിലെ വെളിപാട് പുസ്തകം, അതായത് ഏറ്റവും അവസാനത്തെ പുസ്തകം, അതിൽ 13-ാമത്തെ അധ്യായം, ഈ നമ്പർ 13 എന്ന് പറയുന്നത് മോശം നമ്പറാണ്, അൺലക്കി നമ്പറാണ് എന്നൊരു അന്ധവിശ്വാസം വെള്ളക്കാരുടെ ഇടയിലുണ്ടല്ലോ. അതിൻ്റെ കാരണം ഈ ബൈബിളിലെ 13-ാമത്തെ അധ്യായം, വെളിപാട് പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായമാണ്. അവിടെ ഒരു പ്രവചനമാണ്. ആരെക്കുറിച്ച്? പിശാചിനെക്കുറിച്ച്. ബൈബിള് പിശാചെന്ന് പറയുന്ന, അതായത് അന്തിക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രവചനമാണത്. അത് അവസാനിക്കുമ്പോൾ ഒരു റിഡിലോട് കൂടിയാണ് അത് അവസാനിക്കുന്നത്. ഈ റിഡിലെന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെൻറ്റൻസാണ്. അത് ആരംഭിക്കുന്നത് ലെറ്റ് ദോസ് ഹു ആർ ഇൻ്റലിജൻറ്റ് എന്നും പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇൻ്റലിജൻ്റായിട്ടുള്ള ആളുകൾ, ലെറ്റ് ദോസ് ഹു ആർ ഇൻ്റലിജൻറ്റ് ഫിഗർ ഔട്ട് ദ മീനിങ് ഓഫ് ദ നമ്പർ ഓഫ് ദ ബീസ്റ്റ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ മാൻസ് നെയിം. ദ നമ്പർ ഈസ് 666. ഇതാണ് ആ റിഡിൽ. ഈ റിഡിലെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷമായിട്ട് കോടിക്കണക്കിന് മനുഷ്യരെ കുഴപ്പത്തിലാക്കിയ റിഡിലാണ്. ഇൻക്ലൂഡിങ് മൈ ഓൺ അങ്കിൾ, എൻ്റെ സ്വന്തം അമ്മാവൻ, വലിയച്ഛൻ. അദ്ദേഹം ഈയിടെ മരിച്ചുപോയി. കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചു. 93 വയസ്സായിരുന്നു. അദ്ദേഹം ഭാരതത്തിൽ നിന്ന് 2 പേര്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. 16-17 വയസ്സ് ഇദ്ദേഹത്തിനുള്ള സമയത്ത് 2 പേർക്ക് ഭാരതത്തിൽ നിന്ന് അമേരിക്കയിൽ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടി. അതിലൊരാൾ ഇദ്ദേഹമായിരുന്നു. മറ്റേയാളുടെ പേര് എനിക്കറിയത്തില്ല. ഇത് ചെറിയച്ഛനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് കേട്ടോ. നമുക്കിത് അറിയത്തില്ലല്ലോ. നമ്മളൊക്കെ ജനിക്കണതിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് പറയണം. അതായത് ഇദ്ദേഹം നല്ല സ്മാർട്ടായിരുന്നു ആൾ. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ ജോലി ചെയ്തു. അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. പക്ഷേ എന്തുകൊണ്ടോ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ പരിപാടികളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ക്വിറ്റ് ചെയ്തു. കുറേ വർഷം സെമിനാരിയിൽ പഠിച്ചിട്ട് ക്വിറ്റ് ചെയ്തു. അതായത് ലോ കിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ അവിടെ ജോലി ചെയ്തു. ഇലക്ട്രിക്കൽ എൻജിനീയറിങ് എന്തോ പാസ്സായിട്ടുണ്ട്. അദ്ദേഹം അവിടെ എൻജിനീയറായിട്ട് ജോലി ചെയ്തു. വിരമിച്ചു, നാട്ടിൽ വന്നു. എന്നിട്ട് മൂന്നാറിനടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വീടും വാങ്ങിച്ച്, ഒരു കാറും, ഒരു തമിഴൻ ഒരു ഡ്രൈവർ കൊണ്ട് അദ്ദേഹം തന്നെ പാചകം ചെയ്തും കൊടുക്കും ഇദ്ദേഹത്തിന്, ഈ എൻ്റെ അങ്കിളിന്, വലിയച്ഛന്. അപ്പോൾ ഇദ്ദേഹം അവിടെ ജീവിച്ചു മരണം വരെ. ഒരു 10-30 വർഷമെങ്കിലും ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഒരു അനാഥാലയമുണ്ട്. അതിൻ്റെ ഒരു പേട്രനായിട്ട് പുള്ളി ജീവിച്ചു. സൽപ്രവൃത്തികളൊക്കെ ചെയ്ത്, അതായത് അവർക്ക് കമ്പ്യൂട്ടർ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അനാഥത്തിൻ്റെ
ഒരു കെയർ ടേക്കറായിട്ട് അദ്ദേഹം ജീവിച്ച് മരിച്ചു. പക്ഷേ ഇദ്ദേഹത്തിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 70കളുടെ അവസാനത്തിൽ എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ട്. അതായത് അന്നേരം എനിക്കൊരു 8-9 വയസ്സ് പ്രായം, അല്ലെ 10 വയസ്സ് പ്രായം. അന്നേരം ഇദ്ദേഹം അമേരിക്കയിലായിരുന്നല്ലോ. അമേരിക്കയിൽ നിന്ന് വന്നു പുള്ളിക്കാരൻ പറഞ്ഞത് ഈ 666 എന്ന് പറഞ്ഞത് അന്നേരം ജോൺ പോൾ ആയിരുന്നു. ജോൺ പോൾ രണ്ടാമൻ ആയിരുന്നു റോമിൽ കത്തോലിക്കരുടെ അധിപതി, ഈ പാപ്പാവ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു ബ്രോഷർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നമുക്ക് തന്നു. അപ്പോൾ എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഫോർട്ട് കൊച്ചി ബസിലിക്ക പള്ളിയുടെ മുമ്പിൽ നിന്നുണ്ട് പള്ളി വിട്ടു പോകുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സംഭവം ഇത്ര എഴുതിയിട്ടുള്ളൂ, ചെറിയ കാര്യമാണ്. അതായത് ഈ 666 ഈ ജോൺ പോൾ തന്നെയാണ്. അയാളുടെ ഇവിടെ ബെൽറ്റിൻ്റെ അരയിൽ ഒരു 6 ഉണ്ട്. പിന്നെ അയാൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഈ 666 ജോൺ പോൾ തന്നെയാണെന്നും പറഞ്ഞാണ് ഇദ്ദേഹം, അതായത് പാപ്പാവ് തന്നെയാണ് അന്തിക്രിസ്തു എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. മനസ്സിലായോ? അതായത് ഈ 666 എന്ന് പറഞ്ഞ റിഡിൽ അദ്ദേഹത്തിനെയും ഒരുപാട് വലച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരുമകനായ കാർത്തികാണ് ഇത് മനസ്സിലാക്കേണ്ട ആൾ. അതുപോലെ തന്നെ നമ്മളത് മനസ്സിലാക്കുകയും ചെയ്തു. അത് മനസ്സിലാക്കിയ പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നൗ എന്താണ് ബൈബിളിൽ പറയണത്? ബൈബിൾ പറയുന്നത് ബുദ്ധിയുള്ളവർ കണ്ടുപിടിക്കട്ടെ, ഫിഗർ ഔട്ട് ചെയ്യട്ടെ, മനസ്സിലാക്കിയെടുക്കട്ടെ, ഗ്രഹിക്കട്ടെ. ഈ അന്തിക്രിസ്തു എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ മാൻസ് നെയിം. ലെറ്റ് ദോസ് ഹു ആർ ഇൻ്റലിജൻറ്റ് ഫിഗർ ഔട്ട് ദ മീനിങ് ഓഫ് ദ നമ്പർ ഓഫ് ദ ബീസ്റ്റ്. ആദ്യം പറയുന്നത് എന്താണ്? ബീസ്റ്റ് എന്നാണ് പറയുന്നത്. ബീസ്റ്റിൻ്റെ മീനിങ് മനസ്സിലാക്കട്ടെ. കാരണം അതൊരു നമ്പർ ഞാൻ പറയാം, ആ നമ്പറിൽ നിന്ന് ആരെയാണ് ഈ ഉദ്ദേശിക്കണതെന്ന് ബുദ്ധിയുള്ളവർ ഗ്രഹിച്ചെടുക്കട്ടെ. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ മാൻസ് നെയിം. ഒരു മനുഷ്യൻ്റെ പേരിനെയാണ് ഈ നമ്പർ കുറിക്കുന്നത്. ഇറ്റ്സ് നമ്പർ ഈസ് 666. നമ്പർ എന്ന് പറഞ്ഞാൽ 666 ആണ്. ഞാനിവിടെ ഇരിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ റിഡിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇത് പറയണ എങ്ങനെ? ഒരു നമ്പറുണ്ട്, ആ നമ്പർ ഒരു മനുഷ്യൻ്റെ പേരിനെയാണ് അത് കുറിക്കുന്നത്. ആ നമ്പർ 666. ഇപ്പോൾ ഞാൻ എത്ര നമ്പർ പറഞ്ഞു? ഒരു നമ്പറല്ലേ പറഞ്ഞുള്ളൂ. അതേതാണ് നമ്പർ? 6. ഇതാണ് ഇത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള കോഡ്. ഇതാണ്, മനസ്സിലായോ? അല്ലാണ്ട് 666 തപ്പിപ്പോയാൽ നമ്മൾ ഒരിക്കലും ഒരിടത്തും എത്തൂല. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ, ഈസ് ഒബാമ ആൻറ്റി ക്രൈസ്റ്റ്, ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിക്കോളൂ. അപ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയും. ഒബാമ അതുണ്ട്, ഇതുണ്ട്, അവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരും. പിന്നെ നമ്മുടെ ഈ ഒരു സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പോൾ ഈ QR കോഡ് ഉണ്ടല്ലോ, QR കോഡ്, അതിൽ ഒരു 666 ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഒരു തിയറി പോലും ഗൂഗിളിൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനികൾ. മനസ്സിലായോ? കാരണം എങ്ങനെയെങ്കിലും ഇവർക്ക് 666 ഉണ്ടാക്കിയെടുക്കണം. ഇവരൊരു സിനിമ ഇറക്കി അന്തിക്രിസ്തുവിനെ കുറിച്ച്, വെള്ളക്കാർ. ഓമൻ എന്നാണ് പേര്. ഓമൻ എന്ന് പറഞ്ഞാൽ ദുശകുനം. അപ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കണേ. അപ്പോൾ അവൻ്റെ തലയിൽ 666 എന്ന് എഴുതിയേക്കണം. ദേ കിടക്കണം അന്തിക്രിസ്തു. അങ്ങനെ ഒരു കുഞ്ഞും തലയിൽ 666 എന്ന് എഴുതി ജനിക്കാൻ പോണില്ല ഇവിടെ. അതൊന്നുമല്ല ബൈബിളിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ചാലഞ്ചാണ്.
കാരണം ആദ്യം തന്നെ പറഞ്ഞ എന്താണ്, ലെറ്റ് ദോസ് ഹു ആർ ഇൻ്റലിജൻറ്റ് ഫിഗർ ഔട്ട് ദ മീനിങ് ഓഫ് ദ നമ്പർ ഓഫ് ദ ബീസ്റ്റ്. ആദ്യം വിളിക്കണം ബീസ്റ്റ് എന്നാണ്, പിന്നെ പറയണത് മാൻ എന്നാണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ മാൻസ് നെയിം. അപ്പോൾ ഈ ബീസ്റ്റും മാനും ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന, റിലേറ്റ് ചെയ്യാവുന്ന എന്തെങ്കിലും സംഭവം ബൈബിളിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ബൈബിളിന് പുറത്ത് ഇയാളെ നോക്കരുത്. ഈ അന്തിക്രിസ്തു എന്ന് പറയുന്ന ആളെ ബൈബിളിൻ്റെ ഉള്ളിലാണ് തപ്പേണ്ടത്, ബൈബിളിന് വെളിയിലല്ല. പക്ഷേ ആളുകൾ ഏതെങ്കിലും ഒരാൾ ഫേമസ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അയാൾ അന്തിക്രിസ്തു ആണെന്ന് പറയും. അയാൾ ആൻറ്റിക്രൈസ്റ്റാണ്. ബിൽ ഗേറ്റ്സ് ആൻറ്റിക്രൈസ്റ്റ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ, ഈസ് ബിൽ ഗേറ്റ്സ് ആൻറ്റിക്രൈസ്റ്റ്. അപ്പം തന്നെ അതിനെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതിൻ്റെ കുഴപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 666 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറേ ഉള്ളൂ ചങ്ങാതി. അത് 3 നമ്പറല്ല, 3 വ്യത്യസ്ത നമ്പറല്ല, ഒരു നമ്പർ തന്നെയാണത്. ഇപ്പോൾ 66666 എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് ഒരു നമ്പറാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ ക്ലൂ. ഇതാദ്യം ഗ്രഹിക്കാണ്ട് നമുക്ക് ഈ റിഡിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. നോ ബഡി ക്യാൻ സോൾവ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വലിയച്ഛൻ പോലും മറ്റേ പാപ്പാവിൻ്റെ അവിടെ 6 ഉണ്ട് ഇവിടെ 6 ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 3 6 ഒപ്പിച്ച് പാപ്പാവ് അന്തിക്രിസ്തുവായി. അങ്ങേര് മനുഷ്യനാണ്. നൗ അങ്ങനെ ഒരാൾ ബൈബിളിലുണ്ടോ? ഇസ് ദർ എ മാൻ ഇൻ ബൈബിൾ whom you can relate with the number 6? അതാണ് ചോദ്യം. മനസ്സിലായി? ആ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം ഇത് 3 6 അല്ല, ഇത് ഒരു നമ്പറേ ഉള്ളൂ, ഇതൊരു 6 ആണ്, അത് മനസ്സിലാക്കണം. എന്നാലേ അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ തലക്കകത്ത് ഉദിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. നൗ അങ്ങനെ ഒരു മനുഷ്യൻ ബൈബിളിലുണ്ട്. കാരണം ബൈബിളിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഉണ്ടത്. 1-ാമത്തെ അധ്യായം 31-ാം വാക്യം, അതിലാണ് അവസാനിക്കണം 1-ാമത്തെ അധ്യായം. അവിടെ എന്താണ് പറയുന്നത്? Then God saw all that he had made and found it very good. It was the 6th day. അത് 6-ാമത്തെ ദിവസമായിരുന്നു. 6-ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ബൈബിളിൽ ഒരാളുണ്ട്, നമ്പർ 6 നമുക്ക് ബന്ധിപ്പിക്കാവുന്ന ഒരാളുണ്ട്. അത് മനുഷ്യവംശത്തിൻ്റെ പിതാവ് എന്ന് ബൈബിൾ ഉയർത്തിക്കാട്ടുന്ന ആദമാണ്. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് സംസാരിച്ചത്? യേശുവിൻ്റെ എതിരാളിയായ അന്തിക്രിസ്തു. ഈ ലോകത്തിലെ സകല മനുഷ്യരെയും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ അകറ്റി, അവരെ എന്നേക്കുമായിട്ട് വിശ്വാസം ഉപേക്ഷിച്ച് വിശ്വാസം ഉപേക്ഷിക്കാൻ ഇടവരുത്തുന്ന യേശുവിൻ്റെ എതിരാളി, അതാണ് അന്തിക്രിസ്തു. അപ്പോൾ ബൈബിള് അന്തിക്രിസ്തുവിനെ കുറിച്ച് ഒരു റിഡിലൂടെ പറയണത്. ഇതാണ് അന്തിക്രിസ്തു. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോടാന്ന് പറഞ്ഞത്. എന്നിട്ട് ഒരു നമ്പർ കൂട്ടി തരണേ, അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അവിടെയാണ് പറ്റിപ്പോയത്. എല്ലാവരും 666 പിന്നാലെ പോയി. കാർത്തിക് ആ വഴി പോയില്ല. കാർത്തിക് ഒരു ഷോർട്ട് കട്ട് അങ്ങനെ എടുത്തു. കാരണം ഒന്നാമത്തെ കാര്യം, ഇതൊരു ചാലഞ്ചല്ലേ. അപ്പോൾ ചാലഞ്ച് ചെയ്യുമ്പോൾ അത് ബൈബിളിൽ തന്നെ ഉണ്ടാവണമല്ലോ അതിൻ്റെ മറുപടി ഇല്ലേ. പിന്നെ ആദ്യം ബീസ്റ്റ് എന്ന് വിളിക്കുന്നു, പിന്നെ മാനെന്ന് പറയുന്നു. മനസ്സിലായോ? അവിടെ തന്നെ ഒരു വൈരുദ്ധ്യമില്ലേ. ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ ജന്തു. ഈ ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ഒരു ജന്തുവാണ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച് നോക്കൂ.
Of all the beasts which the Lord God had made, there was none that could match the serpent in cunningness. അങ്ങനെ എഴുതിയേക്കണം. അപ്പോൾ അവിടെ എല്ലാ ജന്തുക്കളിലും അപ്പോൾ മനുഷ്യനും പെടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാവുന്ന ഒരു ബീയിങ് ഉണ്ടെങ്കിൽ അത് ആദം മാത്രമാണ്. സോ അന്തിക്രിസ്തു പിശാചാണ്, അന്തിക്രിസ്തു യേശുവിൻ്റെ ശത്രുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്തിക്രിസ്തു ആരാണെന്നൊരു റിഡിലൂടെ പറഞ്ഞിട്ട് ആ റിഡിൽ നമ്മൾ ക്രാക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അന്തിക്രിസ്തു മനുഷ്യവംശത്തിൻ്റെ പിതാവാണ്, അതായത് ആദമാണ്. അതായത് യേശു പറയണത് എന്താണ് അവിടെ? എടാ മക്കളെ, എൻ്റെ ശത്രു എന്ന് പറയുന്നത് നീ തന്നെയാണ്. മനുഷ്യനാണ് എൻ്റെ ശത്രു. അതുകൊണ്ടാണല്ലോ മനുഷ്യവംശത്തിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ മാൻസ് നെയിം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് മാൻ? ദാറ്റ് മാൻസ് നെയിം ഈസ് ആഡം. മനുഷ്യനാണ് അത്, മനുഷ്യവംശത്തിൻ്റെ പിതാവ്. ആ മനുഷ്യവംശത്തിൻ്റെ പിതാവാണ് യേശുവിൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ യേശു മനുഷ്യവംശത്തിൻ്റെ മൊത്തം ശത്രുവായില്ലേ? ആയില്ലേ? ഇതാണ് ഒരു സംഭവം. ഇങ്ങനെ ഒരുപാട് റിഡിൽസ് ബൈബിളിലുണ്ട്. പക്ഷേ ലോകം മുഴുവനും ചർച്ച ചെയ്തിട്ടുള്ള ധാരാളം അനവധി പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു റിഡിൽ ബൈബിളിലുള്ളത് അത് ഇപ്പം ഞാൻ പറഞ്ഞതാണ്. റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 18, അവസാനത്തെ വചനം റെവലേഷനിൽ. ഓക്കെ. അപ്പോൾ അന്തിക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ് അന്തിക്രിസ്തു. ഞാനും അന്തിക്രിസ്തുവാണ്. മനുഷ്യരായിട്ടുള്ള സകലരും നിങ്ങളും അന്തിക്രിസ്തുവാണ്. കാരണം യേശു ഡിക്ലെയർ ചെയ്യണം എൻ്റെ ശത്രു മനുഷ്യനാണെന്ന്. അപ്പോൾ തന്നെ മനുഷ്യരുടെ ശത്രു ഓട്ടോമാറ്റിക്കായിട്ട് യേശു ആയില്ലേ? മനസ്സിലായോ? നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നവനാണ് നിങ്ങളുടെ ശത്രു. മനസ്സിലായോ? അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വരാം. അതായത് ഞാൻ ശിവപുരാണം വായിക്കുന്ന ആളാണല്ലോ, ശിവഭക്തനാണല്ലോ. അപ്പോൾ ശിവപുരാണത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഭഗവാന്റെ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓരോരോ സാഹചര്യങ്ങളിൽ ഭഗവാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇന്നർ ബ്യൂട്ടി എന്ന് പറയില്ലേ, അതെന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണല്ലോ. അപ്പോൾ ആന്തരികമായ സൗന്ദര്യം ഈശ്വരൻ്റെ, അതായത് ക്ഷമ, ദയ, അതൊക്കെ വെളിവാക്കുന്ന ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതിലൊരു കഥ ഞാൻ പറയാം. എന്നിട്ട് അതെങ്ങനെയാണ് ബൈബിളുമായിട്ട് അത് കണക്ഷൻ വരുന്നതെന്നും പറയാം. ഓക്കെ. അതിൻ്റെ ഒരു താരതമ്യം ബൈബിളിൽ നിന്ന്. അതായത് ദക്ഷയാഗത്തിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലാ ആൾക്കാരും എന്ന് വെച്ചാൽ സപ്തഋഷികൾ, വേറെ മുനിമാർ, പിന്നെ ദേവന്മാർ, ബ്രഹ്മദേവൻ, മഹാവിഷ്ണു, എല്ലാവരും ഉണ്ട്. പരമശിവനുണ്ട്. അപ്പോൾ യാഗശാലയിലേക്ക് ദക്ഷൻ കടന്നു വരണം. അപ്പോൾ ദക്ഷൻ വരുമ്പോൾ എല്ലാവരും എണീറ്റിരിക്കും, ദക്ഷനെ ബഹുമാനിക്കും. ശിവൻ എഴുന്നേൽക്കില്ല, ശിവൻ അവിടെ തന്നെ ഇരിക്കും. ശിവൻ എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ദക്ഷൻ ഇറിറ്റേറ്റഡ് ആവും. ദക്ഷന് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ ദക്ഷൻ ഒരുപാട് ഇൻസൾട്ട് ചെയ്യും. ഭഗവാൻ ശിവനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവിടെ നന്ദി ഭഗവാനുണ്ട്, വേറെ ഭൂതഗണങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അവർ ദേഷ്യം പിടിക്കും, ചൂടാവും. അവർ ദക്ഷനെയും മറ്റു മുനിമാരെയൊക്കെ ശപിക്കും. അപ്പോൾ തന്നെ ഭഗവാൻ ഇടപെടും. എന്തിനാണ് വെറുതെ ഇവരെ ശപിക്കുന്നത്? ഈ അവരുടെ ശാപവാക്കുകളൊന്നും എന്നെ ഏൽക്കില്ല എന്ന് പറയും. നിങ്ങൾ വെറുതെ ബ്രാഹ്മണരെ ശപിച്ചു എന്നും പറഞ്ഞ് ഭഗവാൻ നന്ദിനെയും ഭൂതഗണങ്ങളെയും കുറ്റപ്പെടുത്തും. വരൂ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞ്, അതായത് ഇൻസൾട്ടഡ് ആയല്ലോ. അപ്പോൾ ഇനി യാഗം നശിപ്പിക്കാനും കൂട്ടാക്കുന്നില്ല. നമുക്ക് ഇനി ഇവിടെ ഇരിക്കണ്ട, നമുക്കിവിടെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇരിക്കണ്ട, അങ്ങനെ പോണേനെ അവിടെ നിന്ന്. ഒന്നും ദക്ഷനോട് ഒരു വാക്ക് പോലും മറുത്ത് പറയണ്ട പോണത്. അറിയോ, അതാണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ആളാണ്. ജീവിച്ച് അച്ഛനെ പോലെയാണ് ഈശ്വരൻ. മനസ്സിലായോ? അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ളൊരു കഥ ബൈബിളിലുണ്ട്, ലൂക്കായുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ 9-ാം അധ്യായം, അതിൽ യേശു ഒരു സ്ഥലത്ത് ഒരു ഫരീസിയൻ, ഒരു യഹൂദൻ, പക്ക വിശ്വാസിയായിട്ടുള്ള യഹൂദരെയാണ് ഫരിസേയരെന്ന് വിളിക്കണം. യേശുവിനെ ക്ഷണിക്കണം വീട്ടിലോട്ട്, അയാളുടെ വീട്ടിലോട്ട്. അപ്പോൾ യേശു എന്ത് ചെയ്യും? കയറി ചെന്നിട്ട് കൈയും കാലൊന്നും കഴുകാണ്ട് വെട്ടി അങ്ങോട്ട് വിഴുങ്ങും. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം, അവർ മീനാണ് തിന്നണത്. അവിടെ മീൻപിടുത്തക്കാരുടെ സ്ഥലമാണത്. എന്തായാലും ഇവർക്കിത് ഇഷ്ടപ്പെടില്ല, വീട്ടുകാർക്ക്, യേശുവിൻ്റെ പ്രവൃത്തി. യേശു ഈ കൈയും കാലും കഴുകാണ്ട്, ഒന്നാമത്തെ കാര്യം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യണ ആൾക്കാരാണ് ഈ ഫരിസേയരെന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ല, അവർ കൃത്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞില്ലേ. അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പോൾ യേശു ഇങ്ങനെ കൈ കഴുകാണ്ട് ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കും, അവർക്ക് ഇഷ്ടപ്പെടില്ല, ഒരു നീരസവും. അപ്പോൾ തന്നെ ആ വീട്ടിൻ്റെ ആള്, ആ വീട്ടിലുള്ള വേറൊരാളോട് ഇത് പറയും, ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്യണത്, കൈ കഴുകാണ്ട് തിന്നണത്, നമ്മുടെ ആചാരങ്ങളൊന്നും ഇവൻ അറിയാൻ പാടില്ല, ഇവൻ യഹൂദനല്ലേ ഇവൻ എന്ന് ചോദിക്കും. അവരടക്കം പറയും പരസ്പരം. അങ്ങനെ അടക്കം പറയുമ്പോൾ യേശു അപ്പം തന്നെ, യേശുവിൻ്റെ കാതിൽ വീഴാണ്ടിരിക്കുമോ? വീഴാതിരിക്കില്ലല്ലോ. അപ്പോൾ യേശു അപ്പം തന്നെ ശിമയോനെ എന്നും പറഞ്ഞ് സൈമണിനെ വിളിക്കും. ഓക്കെ, ശിമയോനെ എന്നും പറഞ്ഞ് വിളിച്ചിട്ട്, പീറ്ററാണത്, പീറ്ററിനോട് പറയണേ, കുറേ അങ്ങോട്ട് യഹൂദരെ പറ്റി അങ്ങോട്ട് വളരെ മോശമായിട്ട് ഒരു 7 പ്രാവശ്യമാണ് യേശു യഹൂദരെ ശപിക്കുന്നത്. ആ വീട്ടിൽ തിന്നാൻ കൊടുത്തിട്ട് ആ വീട്ടുകാരെ പറയാൻ ഇനി ബാക്കി തെറിയൊന്നും ബാക്കിയില്ല. ആ വിധത്തിലാണ് യേശു അവിടെ സംസാരിക്കുന്നത്. യേശു പറയണത്, അണലി സന്തതികളെ, യേശുവിൻ്റെ ഒരു ഡയലോഗാണ്. ആര്? ഈ വീട്ടുകാർ യേശുവിനെ വിളിച്ച് ഭക്ഷണം കൊടുത്തേ, അവരെ വിളിക്കണേ അണലി സന്തതികളെ. പിന്നെ വെള്ള തേച്ച ശവകുടീരങ്ങളാണ് നിങ്ങളുടെ പുറത്ത് എല്ലാം ഭയങ്കര വൈറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അകത്ത് കംപ്ലീറ്റും ചീഞ്ഞ് നാറണ ശവമാണെന്ന്. മനസ്സിലായോ? അപ്പോൾ ഈ ചീഞ്ഞ് നാറണ ശവം യേശു 2ാമത്തെ വരവിൽ എണീപ്പിക്കുമെന്നല്ലേ യേശു പറയണത്. അന്ന് ആലോചിച്ച് വയ്ക്കണ്ടേ അതിലൊരു പ്രശ്നം. അപ്പോൾ യേശു ഇങ്ങനെ ആ വീട്ടുകാരെ തന്നെ യാതൊരു മായവും ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് ഈ ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്, അതാണല്ലോ സന്തതികളെന്ന് കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ശിവപുരാണത്തിൽ നേരത്തെ ഭഗവാന്റെ പെരുമാറ്റം കണ്ട അതും ഇതുമായിട്ടുള്ള ഒരു അന്തരം. ഏത് പകലും രാവും പോലെയുള്ള അന്തരമാണ്.
ഇതൊന്നും അറിയാണ്ടാണ് നമ്മുടെ ചില ഹിന്ദു സന്യാസികൾ യേശു കുരിശിൽ കിടന്ന് മരിച്ചില്ല, ബോധം കെട്ടേ ഉള്ളൂ, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു, എന്നിട്ട് നേരെ ഹിമാലയത്തിൽ വന്നു അവിടെ ഏതോ ഒരു സന്യാസിയുടെ കള്ള സന്യാസിയുടെ കൂടെ ചേർന്നു യേശു സന്യാസം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് പരത്തണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു അക്രമമാണ് അതെന്ന് അങ്ങനെ പറയണത്. ജസ്റ്റ് ഇമാജിൻ. ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകണമെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാണ്ട് ജീവിച്ചിരുന്ന, ഒരു ശൗചം പോലും ഇല്ലാതിരുന്ന ആളെയാണ് ദൈവപുത്രൻ എന്ന് വിളിക്കണം. മനസ്സിലായോ? ഇനി അതൊന്ന് ആ വീട്ടുകാരൊന്ന് പരസ്പരം ഒന്ന് അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറി വിളിക്കണം. എന്തൊരു പെരുമാറ്റം ഇത്! ഒരു ദൈവപുത്രന് ചേർന്ന പെരുമാറ്റമാണത്. ആണോ? പിന്നെ മറ്റൊരു കാര്യം പറയാം. അതായത് മത്തായിയുടെ പുസ്തകം 5-ാം അധ്യായം, അവിടെയാണ് യേശുവിൻ്റെ എന്താ പറയുക, ഈ പ്രസംഗം, സെർമൺ അത് തുടങ്ങണം അവിടെ. അപ്പോൾ അവിടെ പറഞ്ഞു വന്നിട്ട് 17-ാം വാക്യം, 5-ാമത്തെ അധ്യായം 17-ാം വാക്യമാകുമ്പോൾ യേശു പറഞ്ഞു, "Do not think that I have come to do away with the law of Moses." നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പഴയ നിയമമുണ്ടല്ലോ മോസസ് എഴുതിയത്, അത് നിരാകരിക്കാൻ, അതില്ലാതാക്കാൻ വന്നവനാണെന്ന് വിചാരിക്കരുത്. ഞാനത് ഇല്ലാതാക്കാൻ വന്നതല്ല, അത് പൂർത്തീകരിക്കാൻ വന്നതാണ് എന്നാണ് യേശു പറഞ്ഞത്. I have not come to do away with it, but to fulfill it, to accomplish it. അങ്ങനെ പറയണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. I tell you the truth, the heaven and earth may pass away, but not a single word, a pen stroke will be removed ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്ക് പോയിട്ട് ഒരു കുത്തുകോമ പോലും ഒരിക്കലും മാറ്റപ്പെടുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും കടന്നു പോകും വരെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പറയുന്ന യേശുവാണ്. അത് 5-ാം അധ്യായം 17-ാം വാക്യം. അത് പറഞ്ഞിട്ട് ഉടനെ തന്നെ യേശു എല്ലാം നിയമങ്ങളും മാറ്റണേ. മനസ്സിലായോ? ഉദാഹരണത്തിന് ഇതേ അധ്യായത്തിൽ തന്നെ ഒരു 33-ാം വാക്യമാകുമ്പോഴേക്കും യേശു പറയുന്നത്, വിവാഹമോചനം ചെയ്യുന്ന സ്ത്രീക്ക് വിവാഹമോചന പത്രം എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, ഇനി മുതൽ വിവാഹമോചനം ചെയ്യാൻ പാടില്ല, എക്സെപ്റ്റ് ഫോർ അൺഫെയ്ത്ത്ഫുൾനെസ്. അതായത് ഈ സ്ത്രീ, വിവാഹം കഴിച്ച സ്ത്രീ, ഭാര്യ നമ്മളോട് വഞ്ചന, അതായത് വേറെ ആളുടെ കൂടി കിടക്കണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് വിവാഹമോചനം ചെയ്യാം. പക്ഷെ അങ്ങനെയാണോ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പറഞ്ഞേക്കണത്? ആണോ? ഡെയ്ട്രോണമി ചാപ്റ്റർ 24 വേഴ്സ് 1, 2 and 3. ഈ 3 വചനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അതിൽ പറയുന്നത്, if you find something indecent in your woman, you can send her away. അതായത് നിങ്ങളുടെ ഭാര്യയിൽ
നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മോശമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അവളെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാം, വിവാഹമോചനം ചെയ്യാം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പക്ഷേ ഇനി അവൾ വേറൊരാളെ കല്യാണം കഴിക്കണമെങ്കിൽ അത് കുഴപ്പമില്ല, ദാറ്റ് ഈസ് അലൗഡ്, ലീഗലാണ്. എന്നിട്ട് അയാൾ ഇവളെ വിവാഹമോചനം ചെയ്തു, ഇവക്ക് വീണ്ടും കല്യാണം കഴിക്കാം, ഇവക്ക് കല്യാണം കഴിച്ചു കൊണ്ടേയിരിക്കാം. മനസ്സിലായോ? അങ്ങനെയാണ് പഴയ നിയമത്തിലെ നിയമം. ഞാനീ പറഞ്ഞ ഡെയ്ട്രോണമി, അതായത് നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? മത്തായിയുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞെന്താണ്? ആകാശവും ഭൂമിയും കടന്നു പോകും വരെ പഴയ നിയമത്തിലെ ഒരു വരി, ഒരു കുത്ത് കോമ പോലും മാറ്റപ്പെടുകയില്ല. നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ വന്നേക്കണത് പഴയ നിയമം മാറ്റാനാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നാവ് വായിലേക്ക് ഇട്ടില്ല, അതിനു മുമ്പ് തന്നെ നിയമം മാറ്റി. മനസ്സിലായോ? യേശുവിൻ്റെ ഉദ്ദേശം യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തിനാണ് യേശു വന്നേക്കണേന്ന്. അത് മത്തായിയുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്, ലൂക്കായുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ പുസ്തകം 10-ാം അധ്യായം 34-ാം വാക്യം. Do not think that I have come to bring peace on the earth. Not peace, but a sword. അങ്ങനെ പറഞ്ഞേക്കണം മത്തായിൽ. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഭൂമിയിലേക്ക് വന്നത് സമാധാനം കൊണ്ടാണെന്ന്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. എന്നിട്ട് അതിൻ്റെ അടിയിൽ പറഞ്ഞ ഐ ഹാവ് കം ടു സെറ്റ് എ മാൻ എഗെയിൻസ്റ്റ് ഹിസ് ഫാദർ. അതായത് അപ്പനെ മകനെതിരായും അങ്ങനെ ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു പറയുന്നുണ്ട് മത്തായിയുടെ പുസ്തകം. ലൂക്കായുടെ പുസ്തകത്തിൽ കുറച്ചും കൂടി ക്ലിയറാണ് കാര്യങ്ങൾ. ലൂക്കായുടെ പുസ്തകത്തിലാണ് ഡു യു തിങ്ക് ദാറ്റ് ഐ ഹാവ് കം ടു ബ്രിങ് പീസ് ഓൺ ദി എർത്ത്. നിങ്ങൾ വിചാരിച്ചോ ഞാൻ ഭൂമിയിൽ സമാധാനം കൊണ്ട് വന്നവനാണ് ഞാനെന്ന് നീയൊക്കെ വിചാരിച്ചോടാ? ഐ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയുന്നു, നോ, ഇല്ല, നോട്ട് പീസ്, സമാധാനമല്ല, ബട്ട് ഡിസെൻഷൻ, മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് യേശു പറയണേന്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വളരെ സ്ലോയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ സ്പീഡിൽ ഓരോ കാര്യങ്ങളും, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് സ്പീഡിൽ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പതിയെ പറയണത് ഇപ്പോൾ. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പിടികിട്ടും. ഇതാണ് ലേക്ക്. ഇപ്പോൾ രാത്രിയാണ്ട് ഇത് കാണാൻ പറ്റത്തില്ല. ആൾക്കാർ ഇരിപ്പുണ്ട്, കുറച്ച് പേരൊക്കെ കമിതാക്കളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. യേശു പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആദ്യം പറഞ്ഞെന്താണ്? ഞാൻ വന്നിരിക്കുന്നത് മോസസ് എഴുതിയതും പ്രോഫറ്റ്സ് എഴുതിയതും, അത് മോസസും പ്രോഫറ്റ്സും കൂടി ചേർന്നതാണ് പഴയ നിയമം. അതിലെ പുസ്തകങ്ങളൊക്കെ ചുരുക്കി പറയാവുന്ന ഒരു പ്രയോഗമാണത്. മോസസും, അതായത് ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോസസ്, അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രോഫറ്റ്സിൻ്റെ പുസ്തകങ്ങൾ. അപ്പോൾ അത് രണ്ടും മാറ്റി എഴുതാനല്ല ഞാൻ വന്നേക്കണത്, തിരുത്തി കുറിക്കാനല്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ആകാശവും ഭൂമിയും കടന്നു പോകും വരെ, അതായത് ലോക അവസാനം വരെ, ഈ പഴയ നിയമത്തിൽ ഒരു വരിയോ ഒരു വാക്കോ ഒരു വള്ളിയോ പുള്ളിയോ പോലും മാറ്റപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എല്ലാം മാറ്റി. യേശു തന്നെ എല്ലാം മാറ്റി. കാരണം അവൻ്റെ ഉദ്ദേശം
മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കണം. മനസ്സിലായോ? പിന്നെ ഇത് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ. അതായത് യേശു പറയുന്നത് വിവാഹമോചന നിയമം മാറ്റുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. 5-ാം അധ്യായം 33-ാം വാക്യം അവിടെ പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വിവാഹമോചനം ചെയ്യുമ്പോൾ ഒരു വിവാഹമോചന പത്രം കൊടുക്കണമെന്ന്. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇനി മുതൽ സ്ത്രീയെ അവൾ വ്യഭിചരിച്ചു, വിശ്വാസവഞ്ചന കാട്ടി എന്ന കാരണം അല്ലാതെ മറ്റൊരു കാരണത്താലും വിവാഹമോചനം ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ, വിവാഹമോചനം ചെയ്ത സ്ത്രീയെ വിവാഹം കഴിക്കുന്നതും സിന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാത്തലിക് ചർച്ചിൽ വിവാഹമോചനം എത്രയോ ആൾക്കാരാണ് വിവാഹമോചനം ചെയ്യണത്. വിവാഹമോചനം ചെയ്ത് അവർ വീണ്ടും കെട്ടും. എല്ലാ ക്രിസ്ത്യാനികളും വിവാഹമോചനവും ചെയ്യും, വീണ്ടും കെട്ടുകയും ചെയ്യും. യേശു പറഞ്ഞേക്കണ വിവാഹമോചനം ചെയ്യുന്ന സ്ത്രീയെ കല്യാണം കഴിക്കുന്ന പാപിയാണെന്നാണ് പറഞ്ഞേക്കണത്. മനസ്സിലായോ? പക്ഷേ പഴയ നിയമത്തിൽ യേശുവിൻ്റെ അപ്പൻ അങ്ങനെയല്ല പറഞ്ഞേക്കണത്. വിവാഹമോചനം ചെയ്ത സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കാം, അവൾക്ക് വീണ്ടും വിവാഹമോചനം ചെയ്യാം, എൻഡ്ലെസ് ടൈംസ്, എത്ര തവണ വേണമെങ്കിലും അവൾക്ക് വിവാഹമോചനം ചെയ്യാം എന്നാണ് യേശുവിൻ്റെ ഡാഡി പറയുന്നത്. ഇനി ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ എന്ന് പറയുന്നതാണ്. ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ഒരു കൂട്ടർക്ക്, യഹൂദർക്ക് ഒരു നിയമം, എന്നിട്ട് ഞാനൊരു നിയമം മാറ്റൂല എന്നും പറഞ്ഞു വന്നിട്ട് എല്ലാം മാറ്റണത്? അതിൻ്റെ മറുപടിയാണ് ലൂക്കായുടെ പുസ്തകം 12-ാം അധ്യായം 51-ാം വാക്യം. Do you think that I have come to bring peace on the earth? No, believe me, not peace, but dissension. ഈ വാക്ക് നിങ്ങൾ മറിയം വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കോളൂ. ഡിസെൻഷൻ എന്ന വാക്ക്, DISSENSSION, 4 S ഉണ്ട് ഈ വാക്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഈ വാക്കിൻ്റെ അർത്ഥം റിലീജിയസ് നോൺ കൺഫോമിറ്റി, മതപരമായ അഭിപ്രായ ഭിന്നത. അപ്പോൾ അത് കൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് യേശു പറയണത്. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നവനാണോ ദൈവം? അപ്പനെയും മകനെയും തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയണം ഈ മത്തായിയുടെ പുസ്തകത്തിൽ. അപ്പോൾ അപ്പനെയും മകനെയും തമ്മിൽ ഭിന്നിപ്പിക്കണവനാണോ ദൈവം? ആണോ? ഞാനും എൻ്റെ അപ്പനും എന്ന് പറഞ്ഞാൽ അപ്പനിപ്പോൾ ഇല്ല, എന്നാലും എൻ്റെ മനസ്സിലുണ്ട്. ഒരു ദിവസം പോലും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. മരിച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, 17 വർഷം കഴിഞ്ഞ് ഒരു നിമിഷം പോലും, ഒരു ദിവസം പോലും മറന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു ആത്മബന്ധമാണ്. അപ്പോൾ എന്നെ എൻ്റെ അപ്പനെയും തെറ്റിക്കാനാണോ ഞാൻ വന്നേക്കണമെന്ന് ഇസ്രായേലിൽ തന്തയിലാണ്ട് ജനിച്ച ഒരുത്തൻ പറഞ്ഞാലേ അവനെന്താ ചെയ്യേണ്ടത്? അവനെ ആ കുരിശിലിട്ട് വറുത്തരച്ച കറി ഉണ്ടാക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഈ മത്തായിയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം, അവിടെ യേശു പറയുന്നത്, Blessed are the peacemakers, സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ blessed are the peacemakers, for they will be called the sons of God. അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം കൊണ്ടുവരുന്നവരാണ് ദൈവപുത്രൻ എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അതേ യേശു തന്നെ പറഞ്ഞ അപ്പനെ മകനെയും തമ്മിൽ തെറ്റിപ്പിക്കാനാണ് വന്നേക്കുന്നത്. അതുമാത്രമോ, അമ്മയും മകളെയും തമ്മിൽ, മരുമകളെയും അമ്മായിയമ്മയും തമ്മിൽ, ഇങ്ങനെയൊക്കെ പറയുന്നവൻ ദൈവമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ചങ്ങാതി? എങ്ങനെ ശരിയാവും? ഇനിയിപ്പോൾ നിങ്ങൾ താഴെ വന്നിട്ട് ക്രിസ്ത്യാനികൾ വന്നിട്ട് ഇവനൊന്നും അറിഞ്ഞൂടാ, ഇവൻ പൊട്ടനാണ്, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ മെൻ്റലാണ്, നമ്മൾ കുറേ തെറിയും, അമ്മക്കും അപ്പനും ഒക്കെ കുറേ തെറിയും പറയും. മനസ്സിലായോ? അങ്ങനെ ഒരു ആത്മരതി
അടയുന്ന ഒരു വർഗം. എന്താ പറയുക, നിങ്ങൾ മനുഷ്യരാണെങ്കിൽ ഞാനീ പറഞ്ഞതിനെല്ലാം റെഫറൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. ബൈബിളാണ് റെഫറൻസ്. എന്നിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡിസ്പ്രൂവ് ചെയ്യും. അതാണ് വേണ്ടത്. അല്ലാണ്ട് തെറി പറയുകയല്ല. തെറി പറഞ്ഞാൽ ഞാൻ ആ കമൻറ്റ് ഞാൻ റിമൂവ് ചെയ്യും. ഓക്കെ, നന്ദി, നമസ്തേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് റിവർ. ഞാൻ നേരത്തെ നടന്നുകൊണ്ടിരുന്ന റിവർ. അപ്പോൾ 1.5 മണിക്കൂർ നടക്കണമെന്ന് വെച്ച് 40 മിനിറ്റ് നടന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ എത്തി. ഇതാണ് റിവർ. ആ റിവർ വന്നിട്ട് ഈ ലേക്കിൽ വന്ന് അങ്ങോട്ട് ചേർന്നു. അങ്ങനെ ഒരു ത്രിവേണി സംഗമം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കണം. ഇപ്പോൾ ലൈറ്റിൽ എന്നിട്ടാണ്. രാവിലെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്, സ്വർഗം പോലെയാണ് ഇരിക്കണത്. ശരിക്കും സ്വർഗത്തേക്കാൾ ഭംഗി. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.